നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ആർദ്രമായിട്ടുള്ള സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു അൽഫാമാണ്, ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള. അതിനുവേണ്ടി ഞാനിവിടെ തൊലിയോടുകൂടിയുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് 5 പീസുണ്ട്. ആദ്യം നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ട് നല്ലതായിട്ടൊന്ന് മസാലയെല്ലാം കയറാനായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. നല്ലതായിട്ട് കുത്തി കൊടുത്താൽ അകത്തെല്ലാം നല്ല മസാല കയറി ഇങ്ങനെ എടുത്തിട്ട് ഇത് 1/2 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാപ്പരിക്കയാണ്. 2 ടേബിൾ സ്പൂൺ പാപ്പരിക്ക പൗഡർ, 1, 2. അടുത്ത വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മിർച്ചിയാണ്. ഇനിയും വേണ്ടത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറാണ്. വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഇനിയും വേണ്ടത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്. ഇത് കൈകൊണ്ട് ഒന്ന് പൊടിച്ച് ഇടുക. ഇനിയും വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പറിൻ്റെ പൊടിയാണ്. അടുത്തായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ഇനിയും വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചറിൻ്റെ പേസ്റ്റാണ്. അടുത്തായിട്ട് വേണ്ടത് ഒരു പകുതി നാരങ്ങ, വലിയൊരു നാരങ്ങയുടെ ഒരു പകുതി എടുത്ത് അതിൻ്റെ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ ജ്യൂസ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ്. ഇനിയും വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈര്, യോഗർട്ട്. 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യായി. നമുക്കിനി ഈ ഇറച്ചിയിലോട്ട് ഇത് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കാം.
നമുക്ക് എല്ലായിടത്തും ഇത് നല്ലപോലെ ഇതിനകത്തെല്ലാം ഒന്ന് കയറി ഇനി നമുക്കിത് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ ആഗ്രേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് അൽഫാം ചെയ്യാനായിട്ട് കൊണ്ടുപോകും. നമുക്ക് ഇനിയും ഈ അൽഫാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്ത് പുരട്ടാനായിട്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഈ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ഈ ഡാർക്ക് സോയി സോസ് അതും 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാലയുടെ കൂട്ടേന്ന് 1 ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കൂട്ടും റെഡി. ഇനി നമുക്ക് അത് അൽഫാം ഉണ്ടാക്കാനായിട്ട് പോകും. നമ്മുടെ ചിക്കൻ അൽഫാം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിന് ഇതുപോലെ ഒരു അടുപ്പ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. 2, 4, 6, 8, 12, 13 ഇഷ്ടിക ചേർത്തിട്ട് ഒരടുപ്പ് കൂട്ടിയിരിക്കുന്നു. അതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ കത്തിച്ച് വെച്ച കുറച്ച് കരി ഇടുകയാണ്. കുറച്ച് കരിയുടെ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ റോഡ് ഒന്ന് നിരത്തി വെക്കാം.
നിർത്തി പിന്നെ എടുക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പ് ശരിയായിട്ടുണ്ട്. കനലൊക്കെ നല്ലതായിട്ട് കത്തി. ഇനി നമ്മുടെ ഗ്രിൽ ചെയ്യാനുള്ള ഇതെടുത്ത് സ്റ്റാൻഡെടുത്ത് നമ്മൾ നേരത്തെ 6 മണിക്കൂർ മുമ്പേ ഇതിൻ്റെ മസാലക്കൂട്ടെല്ലാം ചേർത്ത് മാർഗേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഇറച്ചി പീസാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ നോക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്, മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കുവാൻ വേണ്ടി. അപ്പോൾ ഈ കനലിൻ്റെ നല്ല ചൂട് വരുന്നുണ്ട്. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേസ്റ്റാണ്. അത് ഇതിൻ്റെ പുറത്തോട്ട് ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ഈ സൈഡിലും കുറച്ച് മസാല പരട്ടി കൊടുക്കുക. കണ്ണിലിപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നല്ല ഫൈനായിട്ട് ഇറച്ചിയെല്ലാം നല്ലതായിട്ട് വേകാൻ ഉള്ള ചൂടുണ്ട്.
ഒന്നുകൂടെ നമുക്കൊന്ന് തിരിച്ചിടാം. ചിക്കനെല്ലാം നല്ല ഫൈനായിട്ട് എന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ആ മസാല നമ്മുടെ തയ്യാറായിട്ടുള്ള പീസുകൾ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇച്ചിലൂടെ ഒന്ന് വേണം. ഇതാണ് മിസ്റ്റർ ജോസ് കുര്യൻ, എൻ്റെ മൂത്ത ബ്രദറാണ്. ഇദ്ദേഹമാണ് വീഡിയോ എടുത്തത്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേരെ. ഹായ്. ഈ തയ്യാറായ അൽഫാം ഇതിലേക്ക് എടുത്തു മാറ്റുകയാണ്. നമ്മൾ അൽഫാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതിൽ കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.